നമ്മുടെ ഓണസദ്യ വിഭവങ്ങളുടെ രണ്ടാമത്തെ കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിയിൽ വരുന്നത് മെയിനായിട്ട് മധുരവും പുളിയും എരിവും എല്ലാം കൂടിയിട്ട് ഒരു രുചിയാണല്ലോ ഇഞ്ചിക്കറിയുടെ. ഇത് നമ്മുടെ ദഹനത്തിനും അതേപോലെ ഒരു ഗുഡ് അപ്പറ്റൈസറും കൂടിയാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത്. ചിലയിടത്ത് ഇഞ്ചിക്കറി എന്ന് പറയും, ചിലയിടത്ത് പുളിയിഞ്ചി എന്ന് പറയും. എന്നാലും ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്, കടുക് പൊട്ടിച്ച് വറ്റൽമുളകും പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കുറച്ച് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഞാൻ ഇവിടെ ഇച്ചിരി ഇഞ്ചി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. ഒന്നല്ലെങ്കിൽ ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ അതൊന്ന് ചതച്ച് അല്ലെങ്കിൽ അരച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. എന്നിട്ട് ഇഞ്ചി നന്നായിട്ട് വഴറ്റി കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളകും ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പും മുളക് പൊടി 1 ടേബിൾ സ്പൂണും പിന്നെ ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, അതേപോലെ പുളിവെള്ളം കുറച്ച് നേരം, ഒരു നെല്ലിക്ക കഷ്ണത്തിലുള്ള പുളി 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇട്ട് നന്നായിട്ട് കുതിർത്തി ആ വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് ശർക്കരയും കൂടി ഇട്ട് കുറച്ച് കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുഴമ്പം പാകത്തിനായാൽ മതി. അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടും, അതേപോലെ നല്ല രുചിയാണ്. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ പുളിയിഞ്ചി കഴിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഇതേപോലെ ഓണവിഭവങ്ങളെല്ലാം, അതായത് എരിശ്ശേരി, ക്യാബേജ് തോരൻ, അതെല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് ഓണം സദ്യ എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കി ഇത്തവണത്തെ ഓണം ഗംഭീരാക്കണം. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.